ഹായ്, ഹീലിംഗ് പവറിൻ്റെ ഡേ 7 മാജിക് പ്രാക്ടീസ് ഡേ 7ലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഡേ 1 മുതൽ ഡേ 6 വരെയുള്ള വീഡിയോസ് കണ്ട് അതെല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോരുത്തരും ഓരോ ഡേ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളത് കണ്ടു പ്രാക്ടീസ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഡേ 7ലേക്ക് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡേ 7ലെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാജിക്കൽ വേ ഔട്ട് ഫ്രം നെഗറ്റിവിറ്റി. അതാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് റിലേഷൻഷിപ്പുകളിൽ വിള്ളൽ വീണിരിക്കുകയാണോ? പല ബന്ധങ്ങളിൽ, ഇപ്പോൾ ദാമ്പത്യ ബന്ധത്തിലാകട്ടെ, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലാവട്ടെ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിലാവട്ടെ, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പുകളിൽ പ്രശ്നം വന്നിട്ട് വിഷമിച്ചിരിക്കുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ സമ്പത്തിന് ബുദ്ധിമുട്ടി, പണത്തിന് ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ വന്നിട്ട്, അതായത് നമ്മുടെ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ട് വന്ന് ഇരിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജീവിതത്തിൽ നല്ല ആരോഗ്യമുണ്ടായിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഒരു ജോലി ഉണ്ടായിരുന്ന സമയത്ത്, സമ്പത്തുണ്ടായിരുന്ന സമയത്ത് അതിനെക്കുറിച്ച് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ രോഗാവസ്ഥയിലാവുമ്പോഴാണ് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അല്ലെങ്കിൽ സമ്പത്തുള്ളപ്പോൾ നമ്മളെല്ലാം മതിമറന്നാണ് ജീവിക്കുന്നത്. സമ്പത്തില്ലാതെ ആകുമ്പോഴാണ് സമ്പത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെയും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്കുള്ളതിന് ഗ്രേറ്റ്ഫുള്ളായിരിക്കുക എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് എപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സക്സസ്സിലേക്ക് നമ്മൾ നയിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങൾക്കും നിങ്ങളിത് ചെയ്തു വരുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ വളരെ പോസിറ്റീവായിപ്പോൾ, ഞാൻ വീഡിയോസൊക്കെ കണ്ട് ഞാൻ വളരെ പോസിറ്റീവായി മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറയും. ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥയാണ്. പോസിറ്റീവ് ആകാൻ തുടങ്ങിയപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞ് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ ആയി മാറും. അപ്പോൾ ആ വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് മാച്ച് ചെയ്യാതെ വരുന്ന ജോലിയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം. അതിന് നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് മാച്ച് ചെയ്യുന്ന ആ ജോലി മറ്റൊന്നായിരിക്കും. അപ്പോൾ ഉയർന്ന ജോലിയായിരിക്കും നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലി പോയിട്ടില്ല, അല്ലെങ്കിൽ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒരു നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ആ അവസ്ഥയ്ക്ക് നന്ദി പറയുക. കാരണം നിങ്ങൾ തിരക്കേറിയ ജോലിയിലായിരുന്നപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ കുടുംബമായിട്ട് നിങ്ങൾക്ക് ചിലവഴിക്കാൻ സമയം കിട്ടിയില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സ്വസ്ഥമായി റെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് ഫാമിലിയോടൊപ്പം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വേണ്ട അടുക്കും ചിട്ടയൊക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു സമയം എനിക്ക് കിട്ടിയിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കി അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക. അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് പുതിയൊരു അവസരം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ പുതിയൊരു അവസരം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ രോഗാവസ്ഥയിലാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണെങ്കിൽ നിങ്ങൾ ആ രോഗം ഇല്ലാതിരുന്ന ആരോഗ്യമുള്ള അവസ്ഥയിൽ നിങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ ആ ആരോഗ്യമുള്ള അവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഇപ്പോൾ ഉള്ള ആ അവസ്ഥ മാറിക്കിട്ടും എന്നുള്ളതാണ്. ഇതെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഒരു മിഥ്യാധാരണയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നിങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവത്തിലുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കുക. കാരണം നിങ്ങളെപ്പോഴും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പല പ്രശ്നങ്ങളെപ്പറ്റി, ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളെപ്പറ്റി, കുറവുകളെക്കുറിച്ച് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം, ആകർഷണ നിയമപ്രകാരം നിങ്ങൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങളെപ്പോഴും ആദിയും വ്യാധിയും ഭയത്താലും വിഷമിച്ച് കഴിയുന്ന വ്യക്തിയാണെങ്കിൽ ആ ചിന്തയെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന എന്താ ചിന്തയാണോ അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്. കാരണം ചിന്ത എന്ന് പറയുന്നത് വലിയ ശക്തിയാണ്.
ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും, വലിയ കെട്ടിടങ്ങൾ, വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ ചിന്തയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ലോകത്തുള്ള ഏറ്റവും വലിയ ആണവ നിലയം അത് ഒരാളുടെ ചിന്തയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും, നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കയ്യിലെ ഫോൺ, ഇതുപോലെ TV, മറ്റ് വാഹനങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് ഗാഡ്ജറ്റുകൾ, ക്യാമറ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ചിന്ത എന്ന് പറഞ്ഞാൽ പവർഫുള്ളാണ്, എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എപ്പോഴും നിങ്ങൾ അഭിവൃദ്ധിയെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും. കാരണം നിങ്ങളുടെ ചിന്ത പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴും നിങ്ങൾ പരാതി പറച്ചിൽ, നിങ്ങളുടെ അതില്ല ഇതില്ല, എപ്പോഴും കുറവുകളെക്കുറിച്ച് നിങ്ങൾ പരാതി പറയുകയാണ്. നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് ഒരു സഹതാപം കിട്ടാനാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പാട്ട് പാടുന്ന പോലെ മറ്റുള്ളവരോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്ത അതിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. വീണ്ടും വീണ്ടും അതേ പ്രശ്നങ്ങൾ തന്നെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക്, നിങ്ങൾ എന്താണ് നിങ്ങൾക്കുള്ളത് അതിന് നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവസരം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിന് നിങ്ങൾ നന്ദി പറയുക. നിങ്ങളത് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുക എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസമായിട്ട് തോന്നും. നമ്മൾക്കൊരു ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കണമെന്ന് ഒരു പക്ഷേ ചിന്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇതിലെല്ലാം തന്നെ ഒരു പാഠം അല്ലെങ്കിൽ ഒന്നിലധികം ലെസൺസ്, പാഠം, നിങ്ങൾക്ക് ഗുണപാഠങ്ങൾ അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ആ നിരാശയിൽ അവ കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ആ പരാജയങ്ങൾ അല്ലെങ്കിൽ ആ ഇൻസിഡൻസ് നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനുള്ള കുറേ പാഠങ്ങൾ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ വിജയത്തിലേക്ക് പോകാനായിട്ട് ഊർജം തരുന്ന കാര്യങ്ങളായിരിക്കും ഇവയെല്ലാം എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഹൈ സക്സസ്സിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ഇതേപോലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിരാശപ്പെടാതെ നമ്മളെല്ലാം തീർന്നുപോയി എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ വിഷമിക്കാതെ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയാൻ തുടങ്ങുക. മറ്റുള്ളവരെക്കുറിച്ച് അസൂയപ്പെടാതിരിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് അസൂയപ്പെടുമ്പോൾ, അവരെക്കുറിച്ച് അവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ പണത്തെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നിങ്ങൾ സന്തോഷിക്കുക. ഇനിയും അവർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിക്കട്ടെ, കൂടുതൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുക. അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ നിങ്ങളിലേക്ക് തന്നെയാണ് ആദ്യം ബ്ലെസ്സിങ് വരുന്നതെന്നുള്ളതാണ്. മറ്റുള്ളവരെ നിങ്ങൾ ബ്ലെസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതെന്നുള്ളതാണ്. മറിച്ചാണെങ്കിൽ അതുതന്നെയായിരിക്കും നിങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് നിങ്ങളുടെ ഏതവസ്ഥയിലും ഏത് സമ്പൽ സമൃദ്ധിയിലും ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ മറക്കരുത്. നിങ്ങൾ മതിമറന്ന് ജീവിക്കാതിരിക്കുക. നിങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും എല്ലാം നിങ്ങൾ നന്ദി പറയുക. നിങ്ങളിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾക്കുള്ളതിനെ ഓരോന്ന് കണ്ടെത്തി ഓർത്ത് നിരന്തരം നന്ദി പറയുക. ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ മാക്സിമം സമയം നമ്മൾ നന്ദി പറയുക. കണ്ണിൽ കാണുന്നതിനെല്ലാം നന്ദി പറയുക. പ്രകൃതിക്ക് നന്ദി പറയുക. ശുദ്ധമായ വായു നമുക്കുണ്ട്, ആ വായുവിന് നന്ദി പറയുക. റോഡിന് നന്ദി പറയുക. വെള്ളത്തിന് നന്ദി പറയാം. ആകാശത്തിന് നന്ദി പറയാം. ചുറ്റും കാണുന്ന സസ്യലതാദികൾക്ക് നന്ദി പറയാം. മരങ്ങൾക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല മാതാപിതാക്കളെ തന്നതിന് നന്ദി പറയാം. കാരണം അവരുണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്ന് നിങ്ങളെ വളർത്തി നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കാൻ സഹായിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നന്ദി പറയാം, മക്കൾക്ക് നന്ദി പറയാം, ഭർത്താവിന് നന്ദി പറയാം. നമുക്കുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം. നിങ്ങളുടെ ആരോഗ്യത്തിന് നന്ദി പറയാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണുകൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ ബുദ്ധിക്ക് നന്ദി പറയാം. നിങ്ങളുടെ കഴിവുകൾക്ക്, നിങ്ങൾക്ക് നടക്കാൻ കഴിവുണ്ട്, അതിന് നന്ദി പറയാം. ഇങ്ങനെ നിരന്തരം നമ്മൾ നന്ദി എന്നുള്ള വികാരം തന്നെ വളർത്തിയെടുക്കുക. എല്ലായ്പ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ജീവിതശീലമായിട്ട് മാറുക.
നിങ്ങൾ 1 മാസത്തോളം നിങ്ങൾ നിരന്തരമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഹാബിറ്റായി മാറും. അത് 90 ഡേയ്സിലേക്ക് 90 ദിവസം നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള ശീലമായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഇത് ഒരു ഭാരമായി മാറില്ല. അപ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായ മാറ്റം വരും. നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം തരുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങളാണെങ്കിൽ കൂടി നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായിരിക്കും. എനിക്കും കൂടുതൽ വീഡിയോസ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് അത് പ്രചോദനമായിരിക്കും. നിങ്ങൾക്ക് എല്ലാ വ്യക്തികൾക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, പോസിറ്റീവായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഒരു പോസിറ്റീവ് ഗ്രൂപ്പാണ്. അതിൽ ഫ്രീ വെബിനാറുകളുടെ ഇൻഫർമേഷനൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ 28 ഡേയ്സിൻ്റെ നിരന്തര പ്രാക്ടീസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ഇൻഫോം ചെയ്യുന്നുണ്ട്. അതിൽ മറ്റു തരത്തിൽ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അതിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കാൻ സഹായിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് തൊട്ട് താഴെയുണ്ട്. അപ്പോൾ എല്ലാവരും അതിനകത്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാവരും പോസിറ്റീവായിരിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കുക. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ വലിയ സക്സസ്സിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ബ്ലസ് ചെയ്യുന്നു. താങ്ക് യു.